പ്രിയമുള്ളവരെ, 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായ ഒരു സർവേ പുറത്തു വരുന്നുണ്ട്. ABP ന്യൂസിൻ്റെതാണ് സർവേ. പരമാവധി 71 സീറ്റ് വരെ LDF നേടാമെന്ന സർവേ പറയുന്നു. UDFിന്റെ പരമാവധി സീറ്റുകൾ 69 അതായത് വളരെ കടുത്ത മത്സരം, നെക്ക് ടു നെക്ക് മത്സരം. 71 സീറ്റുകൾ വരെ LDF നേടി അധികാരത്തിൽ തുടരാം മൂന്നാമതും. UDF പരമാവധി 69 വരെ സീറ്റുകൾ നേടാം. BJPക്ക് പരമാവധി അവർ പ്രവചിക്കുന്ന സീറ്റ് 0 മുതൽ 2 ആണ്. അതായത് BJP വലിയ പ്രതിഫലനമൊന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കില്ല. പക്ഷേ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. ഈ റിസൾട്ട്, ഈ സർവേ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിരുദ്ധ വോട്ടുകൾ അത് വിഭജിച്ചു പോകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി ഒരു തവണ കൂടി കേരളത്തിൽ അധികാരം നിലനിർത്തുവാൻ സാധ്യതയുണ്ട് എന്നാണ്. BJP UDFിന് കിട്ടേണ്ട സർക്കാർ വിരുദ്ധ വോട്ടുകൾ, പ്രത്യേകിച്ചും ശബരിമല ഇഷ്യൂ, സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിലൊക്കെ UDFും BJPയും സർക്കാർ വിരുദ്ധ വോട്ടുകൾ വിഭജിച്ച് സ്വന്തമാക്കുന്നു. അതായത് രണ്ട് മുന്നണികൾക്കുമായി CPM വിരുദ്ധ വോട്ടുകൾ വിഭജിച്ചു പോകുന്നു. അതിൻ്റെ നേട്ടം BJPക്ക് ഉണ്ടാകുന്നില്ല, UDFിനും ഉണ്ടാകുന്നില്ല. BJP അധികം സീറ്റുകൾ നേടുന്നില്ല. പരമാവധി 0 പറയുന്നത്, ഒരുപക്ഷെ 2 സീറ്റുകൾ വരെ നേടിയേക്കാം. കോൺഗ്രസ് ചുണ്ടിനും കപ്പിനുമിടയിൽ 69 സീറ്റ് വരെ UDF എത്തിയിട്ട് ഒരുപക്ഷെ അധികാരം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് സർക്കാർ വിരുദ്ധ വോട്ടുകൾ അത് BJPയുമായിട്ട് വിഭജിച്ചു പോകും. BJPക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ LDF വീണ്ടും അധികാരത്തിൽ എത്തും എന്നതാണ്. പക്ഷേ BJPക്ക് അവർക്ക് അർഹിച്ച നേട്ടം എത്തുവാനും കഴിയുന്നില്ല. ഭരണവിരുദ്ധ വികാര വോട്ടുകൾ വിഭജിച്ചു പോകുന്നതിൻ്റെ നേട്ടത്തിൽ LDF ഒരിക്കൽ കൂടി അധികാരത്തിലെത്തുമെന്നാണ് സർവേ റിപ്പോർട്ടുകളെ സൂചിപ്പിക്കുന്നത്. പക്ഷേ കടുത്ത മത്സരം ആയിരിക്കും എന്നാണ്. മറ്റൊരു കാര്യം, നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം, അതിലെ ഒരു കുരുക്ക് അഴിക്കുമ്പോൾ മറ്റൊരു കുരുക്ക് മുറുകുന്നു എന്ന തരത്തിലാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം നടത്തും, ഈ നിമിഷം സ്ഥാനാർത്ഥി നിർണയം നടക്കും എന്നൊക്കെ മാധ്യമങ്ങൾ വാർത്തകൾ കാണിക്കുന്നുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം ഇങ്ങനെ നീണ്ടുപോവുകയാണ്, ഗണപതിയുടെ കല്യാണം പോലെ. ഇപ്പോൾ വീണ്ടും ചില വിവാദങ്ങൾ വരുന്നു. കോൺഗ്രസിൻ്റെ ചില സിറ്റിംഗ് സീറ്റുകൾ കൂടി കോവളവും ഒപ്പം പെരുമ്പാവൂരും അവിടെയുള്ള നിലവിലുള്ള MLAമാരെ മാറ്റും എന്ന ചില ചർച്ചകൾ കൂടി വരുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് ഉറപ്പുള്ള ഏക സീറ്റാണ് വിഴിഞ്ഞം. അവിടെ സ്ഥാനാർത്ഥിയെ മാറ്റുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം. ഒപ്പം പെരുമ്പാവൂരിലും ജനകീയനായ MLA എൽദോസ് കുന്നപ്പള്ളിയെയാണ് മാറ്റുവാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. രണ്ടുപേരുടെ പേരിലും ചില ലൈംഗിക അപവാദ കേസുകളുണ്ട്. ഇലക്ഷൻ അടുത്ത സമയത്ത് എന്തായാലും ഈ ഇരകൾ രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് സന്ദേശം അയച്ചു, ഇവർക്ക് സീറ്റ് കൊടുക്കരുത് എന്ന രീതിയിലാണ് ഇപ്പോൾ മാധ്യമ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് സംബന്ധിച്ച് ഇത് ഉചിതമായ നടപടിയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ആർക്കും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാം. അതൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് സീറ്റ് നിഷേധിക്കുന്നത് കൂടി തന്നെ ആ സീറ്റിൽ കോൺഗ്രസിൻ്റെ വിജയസാധ്യതകളും ഒരുപക്ഷെ മങ്ങിപ്പോകും എന്ന ചില വിശകലനങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും വിൻസെൻ്റ്, അദ്ദേഹം ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് ഉറപ്പായും വിജയിക്കുമായിരുന്ന ഏക സീറ്റ് എന്ന് തന്നെ പറയാം. മറ്റുള്ള സീറ്റുകളുടെ കാര്യങ്ങളൊക്കെ സംശയമാണ്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. ആ സീറ്റ് കൂടി കോൺഗ്രസ് കലമിട്ടുടയ്ക്കുന്നു എന്ന രീതിയിൽ നഷ്ടപ്പെടുത്തുകയാണ് ഒരുപക്ഷെ വിൻസെൻറ്റിന് സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശകലനത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. ഒരുപക്ഷെ മുകേഷിന് ഇപ്പോൾ CPM സീറ്റ് കൊടുക്കുന്നില്ല. ഒരുപക്ഷെ മുകേഷ് ഇത്തരം ആരോപണങ്ങൾ നേരിട്ട ഒരാളാണ്. അപ്പോൾ CPM ഒരുപക്ഷെ ഇത്തരം പ്രചരണ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകും. മുകേഷിന് സീറ്റ് കൊടുക്കുന്നില്ല, ഇതേ ആരോപണമുണ്ടായ കോൺഗ്രസിലെ MLAമാർക്ക് സീറ്റ് കൊടുക്കുന്നു എന്നൊരു ആരോപണത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടിയായിരിക്കും കോൺഗ്രസ് ഒരുപക്ഷെ സീറ്റ് നിഷേധിക്കുന്നത് എന്ന ചില വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതേ ആരോപണം CPMലായിരുന്നപ്പോൾ ഉന്നയിക്കപ്പെട്ട ശശിക്ക് ഇപ്പോൾ ഒറ്റപ്പാലത്ത് കോൺഗ്രസ് ആനയിച്ചു കൊണ്ടുവന്ന് സീറ്റ് കൊടുക്കുന്നു. അതും ഒരു ഉചിതമായ കാര്യമാണോ എന്ന രീതിയിലൊക്കെ സംശയമുണ്ട്. എന്തായാലും നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, കോൺഗ്രസ് മറ്റൊരു രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ, അവിടെ ശിവകുമാറിന് സ്ഥാനാർത്ഥിത്വമില്ല. അദ്ദേഹം അരുവിക്കരയിലും പരിഗണിക്കപ്പെടുന്നില്ല എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇപ്പോൾ LDFും ഒപ്പം BJPയും സെൻട്രലിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ശിവകുമാറിന് തീരുമാനം അറിഞ്ഞതിന് ശേഷമായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുക എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരികയാണ്. മറ്റൊരു കാര്യം,
കെ സുധാകരന് സീറ്റില്ല എന്ന് ഇപ്പോൾ രമേശ് ചെന്നിത്തല നേരിട്ട് വന്ന് കണ്ട് അദ്ദേഹത്തെ അറിയിച്ചു എന്ന് ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. AICCയുടെ തീരുമാനം അങ്ങനെയാണ്, ഒരു MP മത്സരിക്കേണ്ടതില്ല എന്നാണ്. പക്ഷേ സുധാകരൻ ക്ഷുഭിതനായി മടങ്ങി എന്ന രീതിയിലാണ് വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു പക്ഷേ സ്വതന്ത്രനായി മത്സരിക്കുവാനുള്ള സാധ്യതകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില അണികളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്നതും മറ്റൊരു വാർത്തയാണ്. മറ്റൊരു വാർത്ത MK മുനീറിന് സീറ്റില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. കാരണം അദ്ദേഹം ഒരുപാട് വിഷനും കാഴ്ചപ്പാടുകളും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. 38ാമത്തെ വയസ്സിൽ മന്ത്രിയായ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം, വെറും 63 വയസ്സേ അദ്ദേഹത്തിനായിട്ടുള്ളൂ. അദ്ദേഹം പക്ഷാഘാതം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കുവാൻ പാർട്ടി അനുവദിക്കുന്നില്ല എന്നതാണ് വേദനാജനകമായ ഒരു കാര്യം. പക്ഷേ അദ്ദേഹം ഒരുപാട് വിഷനും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. പ്രത്യേകിച്ചും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാൻ ആദ്യം കണ്ട് സംസാരിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ വേദന ഉണ്ടാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന് CPMൻ്റെ 4 MLA മാർ, 4 MLA മാർ, അജിത്ത് മുൻ MLA, വൈക്കം മുകുന്ദൻ നിലവിലുള്ള MLA, നാട്ടിക രാജേന്ദ്രൻ എന്നിങ്ങനെ ഉള്ള പ്രമുഖരായ MLA മാർ ഇപ്രാവശ്യം BJP ടിക്കറ്റിൽ മത്സരിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട വാർത്തയാണ്. CPMൻ്റെ 4 പ്രമുഖ MLA മാർ ഇപ്പോൾ BJP ടിക്കറ്റിൽ മത്സരിക്കുന്നു എന്ന ഒരു വാർത്തയും കൂടി വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഏറ്റവും രസകരമായ ഒരു വാർത്ത വരുന്നത് 2020 NDയുടെയും സ്ഥാനാർത്ഥി നിർണയമാണ്. 2020 NDയുടെ ഘടകകക്ഷിയായ 2020യുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ബിഗ് ബോസിലെ താരങ്ങളാണ് കൂടുതലും എന്ന രീതിയിൽ കമന്റ് വരികയാണ്. ലക്ഷ്മി പ്രിയ, വീണ നായർ, ആരതി നായർ, അഖിൽ മാരാർ തുടങ്ങിയ ബിഗ് ബോസിലെ മിക്ക താരങ്ങൾക്കും ഇപ്പോൾ NDA മുന്നണി സീറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന ഒരു വാർത്തയും വിശകലനം ചെയ്യപ്പെടുകയാണ്. എന്തായാലും രാഷ്ട്രീയ എതിരാളികളൊക്കെ പറയുന്നത് അത്രത്തോളം സീരിയസ് ആയിട്ട് മാത്രമാണ് BJPയും NDA മുന്നണിയും 2020 ഒക്കെ ഇലക്ഷൻ എടുക്കുന്നത് എന്നാണ്. കാരണം രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോകളിൽ അഭിനയിച്ചു വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ 2020യുടെ സീറ്റ് വിഹിതത്തിൽ ഒരു 50%-ലധികവും നൽകിയിരിക്കുന്നത് എന്ന രാഷ്ട്രീയ വിശകലനങ്ങളും പുറത്തു വരികയാണ്. എന്തായാലും കോൺഗ്രസിൻ്റെ അന്തിമ സ്ഥാനാർത്ഥി ലിസ്റ്റ് കൂടി പുറത്തു വരുന്നതോടുകൂടി ഏകദേശം ഒരു ചിത്രം പൂർത്തിയാകും. എങ്കിലും സുധാകരനെ സംബന്ധിച്ച്, കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം ഉയർത്തുന്ന വിമത ഭീഷണി ഈ കോൺഗ്രസിന് വലിയ രീതിയിൽ തിരിച്ചടിയായേക്കാം എന്ന രീതിയിൽ തന്നെ ചർച്ചകൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ ചിത്രത്തെ അത് വലിയ രീതിയിൽ സ്വാധീനിക്കാം എന്ന രീതിയിലുള്ള വിശകലനം പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ സാധ്യതകളെ അടച്ചു കളയുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ അവസരത്തിൽ ഉണ്ടാകുന്നു എന്ന ചില വിമർശനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വരികയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.